വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. 1, എപ്പോൾ മരിച്ചു? 2, എപ്പോൾ എടുക്കും? അതനുസരിച്ച് വരാൻ വേണ്ടിയാണ്. 3, ബന്ധുക്കൾ ആലോചിക്കും അന്ന് കരിനാളുണ്ട്, ഉടനെ അത് അന്വേഷണമായി. അടുത്തുള്ള ആളിന് ചോദിക്കും, അവിടെ ഇരിക്കുന്ന ആളിന് ചോദിക്കും, അല്ലെങ്കിൽ ജോത്സ്യനെ വിളിച്ച് ചോദിക്കും. ചിലർ പറയും ഉണ്ടെന്ന്, ചിലർ പറയും ഇല്ല. ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ. അപ്പം അങ്ങനെ കരിനാളുണ്ടോ? ഈ കരിനാൾ ഒരു വർഷത്തിൽ കണ്ടുപിടിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പല നിയമങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു നിയമം പാലിക്കേണ്ട ഒരു നിയമമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ആ ഒരു നിയമം അനുസരിച്ച് നമ്മൾ വേണ്ട ചെറിയ തോതിലുള്ള ഒരു പരിഹാരം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു സ്ഥലത്തും പോയി ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഏകദേശം 15 കേസുകളിൽ ഈ കരിനാളിന് മരിച്ച ആൾക്കാരുടെ വീട്ടിൽ പിന്നീട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതും ഒരു വർഷത്തിനത് സംഭവിച്ചിട്ടുണ്ടോ? സാധാരണ അങ്ങനെയാണല്ലോ പറയാറുണ്ടോ, കരിനാളിന് പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായി 3 മരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കേൾക്കാറുണ്ട്. അത് ശരിയാണോ നോക്കുവാൻ വേണ്ടി ഒരു 10 കേസ് ട്രയൽ നോക്കിയപ്പോൾ ഒരു 7 കേസിലും മരണം ഉണ്ടായിട്ടുണ്ട്. 3 കേസിൽ മരണം ഉണ്ടായിട്ടില്ല, ചില ആക്സിഡൻറ്റുകളെ സംഭവിച്ചു. അപ്പോൾ 7 കേസിൽ സംഭവിച്ചുകൊണ്ട് ഒരു കരിനാൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. ഇനി അതിനൊരു ചെറിയ തോതിലൊരു പരിഹാരം ചെയ്താൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ നിയമം പറയുന്നത് അവസാനത്തെ 5 നക്ഷത്രത്തിൽ അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അവസാനത്തെ 5 നക്ഷത്രത്തിൽ മരിക്കുകയാണെങ്കിൽ കരിനാൾ ഉണ്ടെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം. അപ്പോൾ അത് നോക്കുക, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ദിവസം മരിക്കുകയാണെങ്കിൽ അന്ന് കരിനാൾ ഉണ്ട്. ഇതാണ് കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര ജനറലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും കരിനാളുള്ള ദിവസമാണ് ഒരു വ്യക്തി മരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്ത് ചെയ്യണം? പണ്ടൊക്കെ പരിഹാരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കറുത്ത കോഴിയെ കൊല്ലുക എന്നുള്ളതാണ്. അതിൻ്റെ ബ്ലഡ് അതിൻ്റെ പുറത്തൊഴിക്കുക. അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യേണ്ട. കാരണം നമ്മുടെ നഗരങ്ങളിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഗ്രാമങ്ങളിൽ മാത്രമേ അത്തരം പരിപാടികൾ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മുട്ട, ഒരു കോഴിമുട്ട, ആ ഡെഡ് ബോഡിയുടെ കൂടെ തന്നെ കത്തിക്കാൻ പറയുക. അതെല്ലാ ക്രിമേഷൻ സെൻ്ററുകളിലും അനുവദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് തന്നെ അറിയാം. അവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കാറുണ്ട്. കാരണം അവർക്കറിയാൻ കരിനാളാണ്. അപ്പോൾ ഒരു എളുപ്പം ഒരു വഴി, ഒരു കോഴിമുട്ട നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ദഹിപ്പിക്കുമ്പോൾ ബോഡിയുടെ കൂടെ തന്നെ ദഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നുമില്ല എന്നെങ്കിലും പറയപ്പെടുന്നത് ഒരു ജീവൻ കൂടി അന്ന് നമ്മൾ ത്യജിക്കുകയാണെന്നുണ്ടെങ്കിൽ ദോഷം തീരും എന്നുള്ളതാണ്. അതിനാണ് കോഴിക്ക് പകരം ഒരു മുട്ട നമ്മളിവിടെ വയ്ക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലും പോയി അതിനുള്ള പരിഹാരം ചെയ്യേണ്ട കാര്യമില്ല. പലരും ഓടി നടന്ന് 10,000-കണക്കിന് രൂപ മുടക്കി പൂജകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഇതിന് ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. കരിനാളിനെ പറ്റി വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മുടെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന അവസാനത്തെ 5 നാളാണ് എന്നുള്ളത് മനസ്സിലാക്കുക.